മുസ്ലിം സമൂഹത്തിൽ ഉണ്ട്. അതെല്ലാം ആദർശമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആദർശത്തിലുള്ള വ്യത്യാസവും ആദർശത്തിലുള്ള വ്യത്യാസമില്ലായ്മയും ആളുകൾ പറയുന്ന കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചത് നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ പറയേണ്ടത് അത്യാവശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചു. 14 വർഷം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശപരമായ അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. പിന്നെ അത് യോജിച്ചപ്പോ പല ആളുകൾക്കും സംശയം, അപ്പൊ ആദർശപരമായ അഭിപ്രായ വ്യത്യാസം എങ്ങനെയാ യോജിക്കുക? ഓരോ കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ആദർശം കൈയൊഴിച്ചോ? ഇല്ലേ? അതിന്റെ അർത്ഥം അതെന്താന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 അഭിപ്രായ വ്യത്യാസം അത് ഏറ്റവും പ്രധാനമായി മുഴച്ചു നിന്നിരുന്നത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമായിരുന്നു. സംഘടന ഐക്യകണ്ഠേന തീരുമാനിച്ചൊരു തീരുമാനം ഒരു വിഭാഗം ആളുകൾ പ്രത്യേകമായ കാരണം കൊണ്ട് അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷെ അതിന് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അവനവന്റെ സ്ഥാനം അവനവന്റെ വിഭാഗത്ത് പറയാൻ വേണ്ടി ചില വാദഗതികൾ വന്നു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ആദർശപരമായ പ്രശ്നങ്ങൾ കടന്നു വന്നു. ആ ആദർശപരമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ യോജിപ്പുണ്ടായിട്ടുള്ളത്. ആദർശപരമായ പ്രശ്നങ്ങൾ പ്രധാനമായി വന്നിട്ടുള്ളത് സിഹറിനെ പറ്റിയുള്ള ധാരണയിലാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സിഹറിനെ പറ്റിയുള്ള ധാരണ. സിഹർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സിഹർ ചെയ്താൽ അത് മറ്റൊരാൾക്ക് ഫലിക്കുമോ ഫലിക്കുകയില്ലേ? അത് പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പണ്ഡിതന്മാരിൽ ചില ആളുകൾ സിഹർ ഫലിക്കുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെയാണ്. പൂർവ്വകാല പണ്ഡിതന്മാരിൽ അധിക ആളുകളും അത് ഫലിക്കുമെന്ന അഭിപ്രായക്കാരാണ്. അമാനി മൗലവിയുടെ തഫ്സീറിൽ അത് ഫലിക്കുമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ധാരാളം ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം സിഹറിന് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമല്ല, അതൊരു കൺകെട്ട് മാത്രമാണ്, അതൊരു ജാലവിദ്യ മാത്രമാണ്, അതിനൊരു യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും പൂർവികമായുമുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിലും ഹദീസിലും സിഹറുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളെ അവർ ആ രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഈ 2 അഭിപ്രായ വ്യത്യാസം പണ്ട് മുതലേ നിലനിൽക്കുന്നത് കൊണ്ട് അത് അതേ രീതിയിൽ ഈ 2 അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിലും ഒന്നായി നിൽക്കുന്നതിന് വിരോധമല്ല എന്ന ഒരു നിലപാടിലാണ് മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ ആദർശപരമായ 2 വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് 2 ഭാഗത്തും. അത് രണ്ടും കറക്റ്റ് ചെയ്ത സംഗതിയാണ്. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ സ്വീകാര്യമല്ല എന്നൊരു വിഭാഗം പറഞ്ഞു. അപ്പൊ മറുഭാഗം പറഞ്ഞു അത് സ്വീകാര്യമല്ല, ബുഖാരിയിലുള്ള ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് ഹദീസ് നിഷേധമാണ് എന്ന് പറഞ്ഞു. അതൊരു അതിവാദമാണ്. അതൊരിക്കലും ഒരു ഹദീസ് നിഷേധമല്ല. കാരണം ഇന്ന ഹദീസിൽ അതിന് പ്രാമാണികത പോരാ, അത് വിശുദ്ധ ഖുർആനിൽ ഇന്ന ആയത്തിന് എതിരാണ് എന്നൊരാൾ അഭിപ്രായം പറയുന്നത് അത് ഹദീസ് നിഷേധമല്ല. അത് ആ ഹദീസിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നിടത്തുള്ള വ്യത്യാസം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു വിഭാഗം മുജാഹിദുകളുടെ ഒരു വിഭാഗം ഹദീസ് നിഷേധമാണ് എന്ന് പറയുകയും അത് ഒരു അതിവാദമായതുകൊണ്ട് തന്നെ അതിന് ഹദീസ് നിഷേധം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂല എന്ന ഒരു ധാരണ അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു മൂന്നാമതൊരാള് ഉള്ള നിലക്ക് നോക്കിക്കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുഭാഗത്ത് ഒരു അഭിപ്രായ ഭിന്നതയുണ്ട്. എന്താണ്? സിഹർ ഒരാൾക്ക് ബാധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ശിർക്ക് ചെയ്തു എന്നാണ് എന്ന് വാദിക്കുന്ന വളരെ ഗുരുതരമായ ഒരു അധിവാദം മറുഭാഗത്തുണ്ടായിട്ടുണ്ട്. സിഹർ ബാധിക്കും എന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് പറ്റി എന്നുള്ള അതും അധിവാദമാണ്. അതും ഖുർആനും ഹദീസും പറയാത്ത അഭിവാദം, അതും തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സിഹർ ബാധിക്കും എന്ന് പറയുന്നത് ഒരു ശിർക്കൊന്നും വരുന്ന വിഷയമല്ല. അത് പണ്ട് മുതലേ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് സിഹർ ബാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരാള് ഈ ശിർക്ക് ചെയ്ത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത് അത് ഒരു തീവ്രവാദമാണ്, അതൊരു അതിവാദമാണ്. അത് മുജാഹിദ് പ്രസ്ഥാനം ഇനി പറയേണ്ടതില്ല എന്നാണ് അതിലെ ഒരു ധാരണ. മറ്റൊന്ന്, സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ച് അത് ഫലിക്കുകയില്ല എന്ന് പറയുന്ന ഭാഗം പറയുന്നതിൽ അത് പറയാനും മനസ്സിലാക്കാനുമുള്ള അവകാശം ഉണ്ട്. അതൊരിക്കലും ഹദീസ് നിഷേധമല്ല
എന്നുള്ള രീതിയിൽ ആ ഭാഗവും തിരുത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ വെറുതെ 10-11 മാസം മുജാഹിദ് പണ്ഡിതന്മാർ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് അത് എത്തുന്നത്. അത് വെറുതെ രാഷ്ട്രീയക്കാരെ എത്തുന്നത് പോലെ അങ്ങനെ സീറ്റ് ഒരുക്കുന്ന ഏർപ്പാടല്ല. മറിച്ച് ഓരോ വിഷയവും ചർച്ച ചെയ്ത് 11 കൊല്ലത്തോളം ചർച്ച ചെയ്തുണ്ടായ ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് അതിനെപ്പറ്റി. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചതിന് ശേഷം ചില വിഷയങ്ങളിൽ ഹദീസുകളോടുള്ള സമീപനത്തിൽ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹദീസിനോടുള്ള സമീപനം നമ്മളുടെ കൂട്ടത്തിൽ കുറെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഒരു ശരിയായ നിലപാടെടുക്കണം. അങ്ങനെ അതിലുള്ള നിലപാട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഹദീസുകളെ എങ്ങനെയാണോ കാണുന്നത്, ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ പൗരാണികമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അഥവാ സഹാബാക്കളുടെ കാലഘട്ടത്തിന് ശേഷം അതുപോലെ തന്നെ പൂർവികമായ പണ്ഡിതന്മാർ എങ്ങനെയാണോ അതിനെ കണ്ടതും വിലയിരുത്തിയതും അതേ രീതിയിൽ നമ്മളും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും ഇനി ഹദീസുകളെ സംബന്ധിച്ച് വിലയിരുത്താനും എഴുതാനും പാടുകയുള്ളൂ. എതിരഭിപ്രായം, വ്യക്തിപരമായ എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായി നിൽക്കുക. സംഘടനാപരമായി ഹദീസുകളോടുള്ള നിലപാട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അതേ നിലപാടായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദർശപരമായ രംഗത്ത് കൃത്യമായ രീതിയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഐക്യമുണ്ടായിട്ടുള്ളത്. പിന്നെയും ആദർശത്തിൽ ഐക്യമുണ്ടായിട്ടില്ല.